ഏതടി അതെ, നദികൾക്കാശ്രയം സമുദ്രം, ഹവിസിന്നു തീ, ഇന്ദ്രിയങ്ങൾക്കോ മനം. അപ്പോൾ അത് ഏതു കഥ? മനസ്സിലായി, മധ്യമൻ കഥ അഥവാ മധ്യമൻ കഥ. മഹാമുനി വ്യാസന്റെ മധ്യമ വ്യായോഗം കഥ നാടകം. മഹാമുനി വ്യാസന്റെ മധ്യമ വ്യായോഗം കഥ നാടകം. അപ്പോൾ കഥ മാധ്യമം, മാധ്യമം കഥ നാടകം. ഇതാ ഒരു മധ്യമൻ മറ്റൊരു മധ്യമന്റെ കാവലായ കഥ. കഥ ഊഹം മാത്രം, കാര്യമാണ് പ്രധാനം, അല്ലേ? അന്നത്തെ കാര്യം
അധമൻ, ഒന്നിൽ മുഖ്യൻ അല്ലെങ്കിൽ കശ്മലൻ, പ്രമാണി അല്ലെങ്കിൽ ചട്ടമ്പിമാർക്കല്ലേ മാത്രം ഇരു കൂട്ടർക്കും സന്തോഷം സുഖം പൊതുമദ്യം അരസികം. അങ്ങനെ മധ്യമൻ ഇടുമ്പിക്ക് ഊണായി. അന്ത്യാഭിലാഷം പോലെ ആ കുറ്റൻ ഇടുമ്പിത്തള്ളിന് ആ തൊട്ടിനൊപ്പം വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അതെ, അതാ കഥാമദ്യം. വിമർശം അല്ല, ഗർഭം. അല്ല, കഥാഗർഭം. സംഗതി പയ്യൻ വെള്ളം കുടിക്കാൻ പോയിട്ട് കടൽ കജൻ പയ്യൻ തിരക്കിട്ട് മധ്യമാ മധ്യമാ വിളിച്ചു. മധ്യമൻ വിളി കേട്ടല്ലോ. മധ്യമൻ എത്തുന്നു. ഭീമാകാരൻ, സിംഹഗാത്രൻ, കുരുവംശജൻ, മധ്യമൻ എന്നാരെ വിളിച്ചു? അങ്ങോ മധ്യമൻ. അതെ, ഞാനും മധ്യമൻ. നീയോ? ഞാൻ ഖഡോൽകജൻ, ഇടുമ്പേ പുത്രൻ. അപ്പോൾ നീ എൻ പുത്രൻ? എന്ത്? ഞാൻ നിൻ പുത്രനോ? അല്ല, നീയും എൻ പുത്രനാകാമെന്നേ ചെന്നു. അങ്ങ് പുത്രനെ രക്ഷിക്കണം. ഈ ബ്രാഹ്മണ മധ്യമൻ എന്റെ അമ്മയുടെ ഉപവാസം തീർക്കാൻ ഭക്ഷണം. ഇല്ല, പറ്റില്ല. ക്ഷത്രിയ ധർമ്മം രക്ഷണം. ഞാൻ മധ്യമൻ. ഞാൻ ഈ പുത്രമധ്യമനെ ത്രാണം ചെയ്യും. എങ്കിൽ യുദ്ധം.
തന്നെ. നീ മാത്രമല്ല പുത്ര ഈ ഭൂമിയും ജലങ്ങളും. നീ മാത്രമല്ല പുത്ര എന്റെ ഗോത്രം ജനങ്ങളും. നീ മാത്രമല്ല പുത്ര എന്റെ താപം വിയർപ്പുകൾ. നീ മാത്രമല്ല സൈന്യം വിശ്വരക്ഷകൾ കാലവും. ഈ ബ്രാഹ്മണ ശിശുവിനെ മധ്യമനെന്ന പുത്രനെ എന്റെ കായത്തിനാൽ എന്റെ ബലാവേശത്തിനാൽ അല്ല എന്റെ ധർമ്മത്താൽ എന്റെ മധ്യമാകൃത ഭൂതിയായി ഇതിനാൽ രക്ഷിച്ചു കൊള്ളുന്നു. പ്രപഞ്ചാത്മാവ് കാരണാൽ പ്രപഞ്ചാത്മാവ് കാരണാൽ പ്രപഞ്ചാത്മാവ് കാരണാൽ ഉത്തമം മധ്യമം അന്ത്യം ഏതിനും കൂട്ടുകാരണം. കൂട്ടുകാടുകൾ പൂവനം പൂക്കളും പ്രകൃതി മധ്യമം. മധ്യമൻ എന്ന പേരിൽ ഞാൻ ഈ പുത്രനെ മറന്നപ്പോൾ ഇടമ്പിക്കണ്ണി നിന്നാലും ഭക്ഷണത്തിന് അയച്ചപ്പോൾ എന്നാൽ മധ്യമൻ ഭീമൻ മധ്യമനായ പാണ്ഡവൻ എൻ പുത്രനെ എന്നല്ല എന്നെയും സഹചാരിയാം ബ്രാഹ്മണത്തിൽ തന്നെയും രണ്ടാമതുണർത്തിപ്പോൾ ആദ്യം പേടിച്ചു. കടോൽക്കജന്റെ വരവ് കണ്ടും ചോദ്യം കേട്ടു. എനിക്കെന്റെ മക്കളിലും ഭേദം വന്നു. മധ്യമനെ കുരുതി കേൾക്കാൻ കരുതി. പോകട്ടെ, കുടുംബമെല്ലാം പോകട്ടെ എന്നും കരുതിയില്ല. മധ്യമനം എന്റെ കുട്ടിയാണെന്ന് ഓർത്തില്ല. മധ്യമപുത്രൻ കൊലയ്ക്കായി കാത്തുവച്ച കുട്ടിയെ മധ്യമൻ തന്നെ കാലത്തിൻ കയ്യിൽ തിരികെ എത്തിച്ചു. ഇതാ ഗോത്രം കാനനങ്ങൾ. എന്റെ ധർമ്മമല്ല ഇത്. കാണൂ പ്രകൃതി വൈഭവം. മധ്യമം മധ്യമം സത്യം പ്രകൃതി വൈഭവ കേവലം. തരുണം ചിന്ത കർമ്മം താൻ മുഖ്യം. എൻ പിതാവ് പാണ്ടുപോൽ തുടരുന്നു. കാനനം നിത്യം യോഗങ്ങൾ ഭവിക്കുന്നു. സമുദ്രം
ഞാൻ നന്ദനായ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ലക്ഷ്മി പ്രമോദ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് കൃഷ്ണ ആർജി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങൽ പഠിക്കുന്നു. ഞാൻ ഇന്ത്യ രവീന്ദ്രൻ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ നവമി. ഞാൻ ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ശ്രീലക്ഷ്മി കെ വിനു. ഞാൻ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ശിവപ്രസാദ്. ഞാൻ ആറ്റിങ്ങൽ ബോയ്സിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്റെ പേര് അരുൺ. ഞാൻ മടവൂർ HSSൽ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ഈശ്വരൻകുട്ടി. ഞാൻ ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ വിദ്യാഭ്യാസ ആറ്റിങ്ങൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി. എൻ്റെ പേര് യദുബി നായർ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഗവൺമെന്റ് BHSS നെക്കാൾ. എൻ്റെ പേര് അഭിഷേക്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബോയ്സ്. എൻ്റെ പേര് അംജിത് അലി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശ്രീത്ര സ്കൂൾ ചെറിയ. എൻ്റെ പേര് ജോയലസ്. ഞാൻ ഐരു MJ മോഡൽ സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്നു. എന്റെ പേര് ആദർശ്. ഞാൻ വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥി. എൻ്റെ പേര് അഭിരാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആറ്റിങ്ങലിലെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. എൻ്റെ പേര് ശരണസ്. ഞാൻ വെട്ടൂർ ഹോളി ഇന്നസെൻസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.